السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا، وأفضل الصلاة وأتم السلام على سيدنا محمد أرسله الله بشيرا ونذيرا، وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹാബത്തിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവർ അങ്ങേയറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് വെച്ചവരാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ പുകഴ്ത്തൽ തന്നെയാണ് അവരെ പണി. കാവ്യമായിട്ടും വാക്കാലും എല്ലാ നിലക്കും അള്ളാഹിൻ്റെ റസൂലിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ അവർ റസൂലുള്ളാഹിൻ്റെ ജനിച്ചത് അന്ന് ഒന്ന് പുകഴ്ത്തിയോ ഇല്ലേ എന്ന് രേഖ തിരഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ഏത് സമയത്തും അവർ അള്ളാഹിൻ്റെ റസൂലിനെ മഹബത്ത് ചെയ്ത് അവിടുത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിനൊക്കെ എത്രയോ തെളിവുകളുണ്ട്. വോയിസുകൾ കൂടുമെന്ന് ഭയന്നുകൊണ്ട് ഞാൻ അത്തരം വോയിസുകളിലേക്കൊന്നും നീങ്ങുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാത്തവരായി ആരുമില്ല ഈ ലോകത്ത്. സഹാബത്ത്, താബീൻ അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള മുൻകഴിഞ്ഞ മഹാന്മാരെല്ലാം റസൂലുള്ളാഹിനെ അങ്ങേയറ്റം പുകഴ്ത്തിയവരാണ്. റസൂലുള്ളാഹിനെ പുകഴ്ത്തി കാവ്യ രചന നടത്തിയവരാണ്. അതിലേറ്റവും പ്രസിദ്ധമായ കവിതയാണ്, ലോക പ്രശസ്തി നേടിയ കവിതയാണ് ഖസീദത്തുൽ ബുർദ. ഇന്ന് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ബുർദയെ ഏറ്റെടുത്ത് അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണതിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകളാണ്. എത്ര കണ്ട് മനോഹരമായി റസൂലുള്ളാഹിനെ മഹാനവറുകൾ ആ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖസീദത്തുൽ ബുർദ എന്ന പേരിലാണ് പ്രസിദ്ധി നേടിയത്. പക്ഷെ അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ബുർഉദ്ദാ. ഖസീദത്തു ബുർഇദ്ദാ എന്ന് പറഞ്ഞാൽ അസുഖം സുഖപ്പെട്ട കവിത എന്ന് അതിന് പേരുണ്ട്. ബുർദ എന്നുമുണ്ട്. ബുർദ എന്ന പേരിലാണ് പ്രസിദ്ധമായത് എന്ന് മാത്രം. അസുഖം സുഖപ്പെട്ട് എന്ന് പറഞ്ഞാൽ മഹാനവറായ ഇമാം ബൂസൂരി മഹാനവറുകളാണല്ലോ ആ കവിത രചിച്ചിട്ടുള്ളത്. ഇമാം ബൂസൂരി ഏത് കാലക്കാരനാണ്? ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ജീവിച്ച് മരണപ്പെട്ടു പോയ ആളല്ല. മഹാനവറുകൾ ഹിജ്റ 608 ജനിക്കുന്നത്. 694 വഫാത്താകുന്നത്. ഇപ്പം എത്രയാണ് കൊല്ലം? എത്ര കൊല്ലങ്ങൾ പിന്നിട്ടു? അത്രയും മുമ്പ് അക്കാലഘട്ടത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാനവറുകളാണ് ഇമാം ബൂസൂരി എന്ന് പറയുന്നത്. ബൂസൂരി എന്ന് പറയുന്നത് മൂപ്പര് നാട്ടിലേക്ക് ചേർത്തിട്ടാണ്, ഉപ്പാൻ്റെ നാട്ടിലേക്ക് ചേർത്തിട്ടാണ് ബൂസൂരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. മഹാനവറുകൾക്ക് ഒരു അസുഖം വന്നു, കുഴവാതം പിടിപെട്ടു. ഡോക്ടർമാരൊക്കെ ചികിത്സിച്ച് അവരുടെ കഴിവുകേട് സമ്മതിച്ചു. ഇനി ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ മഹാനവറുകൾ തീരുമാനിച്ചു, എന്നാൽ എൻ്റെ ഹബീബിൻ്റെ പേരിലൊരു മദ്ഹ് എഴുതാ എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ബുർദ രചിക്കുന്നത്. അങ്ങനെ ആ മഹാനവറുകളുടെ ആ കുഴവാതം സുഖപ്പെട്ടു. മൂപ്പര് ആഫിയത്തോടുകൂടെ ജീവിച്ചു. കാരണമാണ് ഈ കവിതാ സമാഹാരത്തിന് ബുർഉദ്ദാ എന്ന് പറയാൻ കാരണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം.
പിന്നെ ബുർദ എന്നുള്ള പേര് എങ്ങനെ കിട്ടി? നമ്മൾ നേരത്തെ നമ്മളെ ക്ലിപ്പിൽ പറഞ്ഞ ബാനത്ത് സുആദ് കഅബ് ഇബ്നു സുഹൈർ റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വെച്ച് ചൊല്ലിയ ആ കവിതാ സമാഹാരം ബാനത്ത് സുആദ്, അതിനാണ് ബുർദ എന്ന് പറയേണ്ടതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് യഥാർത്ഥത്തിൽ ബുർദ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ വെച്ച് പുകഴ്ത്തിയപ്പോൾ, അവിടെ ഹദറത്തിൽ വെച്ച് പുകഴ്ത്തിയപ്പോൾ റസൂലുള്ള ബുർദ കൊടുത്ത്, അഥവാ അവിടുത്തെ മേൽപ്പതപ്പ് കൊടുത്ത് സമ്മാനിച്ച കവിതയായതുകൊണ്ട് ബുർദ എന്ന് പറയും. നേരെ മറിച്ച് ഇതുപോലെ ഇമാം ബൂസൂരിക്ക് സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുർദ ധരിപ്പിച്ചിട്ടുണ്ട്, മേൽത്തട്ടം ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇതിനിക്ക് ബുർദ എന്ന് പേര് പറയാൻ കാരണം. അങ്ങനെ മഹാനവറുകൾ ബുർദ രചിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാക്കി എന്ത് പറയണമെന്ന് ഇങ്ങനെ സംശയിച്ച് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്ത വരിയാണ് വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമീ. അതിനോട് ചേർത്തി അങ്ങനെ മഹാനുകൾ അത് ഫില്ലപ്പ് ചെയ്തു. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമീ എന്ന് പറഞ്ഞു. സ്വപ്നത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ആ വരി പൂരിപ്പിച്ചു കൊടുത്തു എന്നാണ്. അതിലെന്താ പറയുന്നത് മഹാനവറുകൾ? ഫമബ്ലഗുൽ ഇൽമി ഫീഹി, റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ള ഇൽമിൻ്റെ ആകത്തുക അന്നഹു ബശറു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, അള്ളാഹിൻ്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും, എല്ലാ സൃഷ്ടികളും മുഴുവൻ സൃഷ്ടികളിലും ഏറ്റവും ഖൈറായവരാണ്, ഉത്തമരായവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ്. എല്ലാം അതിൽ പെട്ടു, ആകത്തുക അതാണ് എന്നാണ് മഹാനവറുകൾ ആ വരികളിലൂടെ പരിചയപ്പെടുത്തിയത്. പിന്നെ മഹാനവറുകൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാം, ദഅമദ്ദഅതുഹുൻ നസാറാ ഫീ നബിയിഹിമി വഹ്കും ബിമാ ശിഅ്ത മദ്ഹൻ ഫീഹി വഅ്തകിമീ. നസാറാക്കൾ അവരെ നബിയെ സംബന്ധിച്ച് വാദിച്ച വാദങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കാളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അങ്ങനത്തെ വാദങ്ങളൊന്നും വേണ്ട. പുകഴ്ത്തി കൊണ്ടുപോയിട്ട് എന്താക്കണ്ട, ദൈവമാക്കണ്ട. അങ്ങനെയുള്ള നസാറാക്കൾ എന്ത് ചെയ്തു? ഈസാ നബി അലൈഹി സ്വലാമിനെ എന്ത് ചെയ്ത് പുകഴ്ത്തി ദൈവമാക്കി, ദൈവപുത്രനാക്കി. അങ്ങനെയുള്ള പണിയൊന്നും നിങ്ങൾ ചെയ്യണ്ട, അതോ ഒഴിവാക്കിക്കോളി. റസൂലുള്ളാഹിനെ കൊണ്ടുപോയിട്ട് ദൈവമാക്കണ്ട, പടച്ചവനാക്കണ്ട, ഒന്നും വേണ്ട. അള്ളാഹിൻ്റെ പടപ്പുകളാണ്. ആ പടപ്പുകൾ വെച്ച് ഏറ്റവും ഉത്തമരായ, വേറെ രണ്ടാമനില്ലാത്ത നിലക്ക് ഏറ്റവും ഖൈറായ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഹ്കും ബിമാ ശിഅ്ത മദ്ഹൻ ഫീഹി വഅ്തകിമീ. എന്തൊക്കെ മദ്ഹ് പറയാൻ പറ്റുമോ മദ്ഹായിട്ട്, അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ് മഹാനവറുകൾ ആ വരിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്ത് മദ്ഹും അവരെ പദവിക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള എല്ലാ മദ്ഹുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പറയാം. പക്ഷേ നസാറാക്കൾ അവരെ നബിയെ പുകഴ്ത്തിയതുപോലെ, അവരെപ്പറ്റി വാദിച്ചതുപോലെയുള്ള വാദം ദൈവപുത്രനാണെന്നോ ദൈവമാണെന്നോ അങ്ങനൊന്നും നിങ്ങൾ വാദിക്കണ്ട, അങ്ങനൊന്നും പറയണ്ട. അല്ലാത്ത മദ്ഹുകളൊക്കെ ചെയ്തോളൂ. അൽഹംദുലില്ലാ, നമ്മളാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നിലക്ക് പുകഴ്ത്തുന്നില്ല. അള്ളാഹുവിൻ്റെ അവതാരമാണ്, അള്ളാഹുവിൻ്റെ ദൈവമാണ്, അള്ളാഹുവാണ്, പടച്ചവനാണ്. ഇങ്ങനെയുള്ള വാദമൊന്നും നമുക്കാർക്കും ഇല്ല. നമ്മളാരും കുറച്ച് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിൻ്റെ ഏകത്വം കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. മദ്ഹ് എത്ര വേണമെങ്കിലും
എന്ത് വേണമെങ്കിലും മദഹ് ചെയ്യുക. എത്ര മദഹ് ചെയ്താലും അവസാനിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ പരാജയപ്പെടാമെന്നല്ലാതെ. പിന്നെ നമ്മളെ കൊണ്ടാവുന്നതൊക്കെ പറയാം. ഇതേ നിലക്കാണ് ഞാനും ഈ വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഏത് വിവരമില്ലാത്തവനും ഏതറിവില്ലാത്തവനും ഇഷ്ടംപോലെ പറയാൻ കഴിയും. അത്രക്ക് തുറന്ന പുസ്തകമാണ് അവിടുത്തെ ജീവിതം. എല്ലാ ചരിത്രങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പറയാൻ എത്രയോ ഉണ്ട്. ഏത് വിവരമില്ലാത്തവനും പറയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മദഹ് വാനോളം പറഞ്ഞ് പുകഴ്ത്തി അവസാന നാൾ വരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ ഹബീബിനെ മദഹ് ചെയ്ത കാരണത്താൽ റബ്ബേ ഞങ്ങളെല്ലാവരെയും ഇരു വീട്ടിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് റബ്ബേ നിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഖബറിൻ്റെ അകത്താണ് റബ്ബേ അവരൊക്കെ ഉള്ളത്. അവരെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ഉള്ള ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖം കൊണ്ട് റബ്ബേ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് റബ്ബേ, ആഫിയത്തോടെ ആസ്പത്രിയിൽ നിന്ന് ഉടനെ തന്നെ മോചനം നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തൊട്ട് അവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. എൻ്റെ ഹബീബിനോടുള്ള ഹുബ്ബ് ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആ ഹബീബിൻ്റെ കാരണം കൊണ്ട് അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.